വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എറ്റേണലിൽ വന്ന ഡ്രാമയുടെ 10ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഷെങ് ടാൻ്റെ അടുത്തിരുന്ന് അവളെ മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. എല്ലാ മരുന്നിലും 30% വിഷമാണുള്ളത്. ഒരു കാര്യവുമില്ലാതെ ഞാൻ എന്തിനാണ് ഈ മരുന്ന് കഴിക്കുന്നത്? എനിക്ക് പകരം നീ തന്നെ കുടിച്ചോ, ആരും അറിയാൻ പോകുന്നില്ല എന്ന് ടാൻ പറയുന്നു. ഞാൻ കുടിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഷെങ് അത് വാങ്ങി മണപ്പിച്ച് നോക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് കുടിച്ച് എൻ്റെ ശരീരം ചൂട് പിടിച്ചാൽ നീ അത് തണുപ്പിക്കാൻ സഹായിക്കുമോ എന്നവൻ ചോദിക്കുന്നു. അത് കേട്ടതിന് ടാൻ പെട്ടെന്ന് തന്നെ മരുന്ന് തിരികെ വാങ്ങി ഒന്നും മിണ്ടാതെ അതും കുടിച്ചിട്ട് പിണക്കം നടിച്ച് പുതച്ചു മൂടിക്കിടക്കുന്നു. ഷെങ് അത് കണ്ട് ചിരിക്കുന്നുണ്ട്. യുവരാജാവായി താൻ തിരഞ്ഞെടുക്കപ്പെടാനുള്ള പദ്ധതി ആലോചിക്കുന്നതിനായി ഈഹുവായി മന്ത്രിയുടെ കൊട്ടാരത്തിലെത്തുന്നു. ഷെങ്ങിന് കുറ്റവും കുറവുകളും തീരെ ഇല്ലാത്തതിനാൽ അവനെ പരാജയപ്പെടുത്താൻ എന്തെങ്കിലും തന്ത്രം ഉപയോഗിക്കാതെ കഴിയില്ല. അവൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദൗർബല്യമായ ടാനറിനെ തന്നെ അതിനായി ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടപ്പോൾ അവൾ നിങ്ങളുടെ സ്വന്തം മകളല്ലേ, അവളെ ഇതിനുവേണ്ടി ബലി കഴിക്കുന്നത് ശരിയാണെന്ന് ഈഹുവായി ചോദിക്കുന്നു. ഇപ്പോൾ അങ്ങ് യുവരാജാവ് ആകുക എന്നുള്ളതാണ് പ്രധാനം. ടാനറിനെ കുറിച്ചോർത്ത് എനിക്കും വിഷമമുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് ഇനി അവളെ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അവൾ ഇതുവരെ സഹായിച്ചതൊക്കെ വെറുതെ ആയി പോകും. വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി അവളെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കുമാരൻ അവളെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള പ്രലോഭനങ്ങളിലൊന്നും വീണുപോകരുത് എന്ന് മന്ത്രി പറയുന്നു. ഈഹുവായിക്ക് ആദ്യം അത്ര സമ്മതമല്ലായിരുന്നെങ്കിലും അവസാനം അവനും ആ പദ്ധതി നടപ്പാക്കാമെന്ന് സമ്മതിക്കുന്നു. മന്ത്രി തന്റെ പ്ലാൻ അവന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. കുറെ ദിവസം മുറിക്കുള്ളിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കുന്നതിന് ശേഷം പുറത്തിറങ്ങാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ നിൽക്കുന്ന ടാനറുടെ അടുത്തേക്ക് വന്ന ഷെങ് മുറിക്ക് പുറത്തിറങ്ങിയതിൽ ഇത്ര സന്തോഷമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ഷുവാൻ 1000 വർഷം പഴക്കമുള്ള അമൂല്യമായ ജിങ്സങ് അവൾക്ക് സമ്മാനമായി കൊണ്ടുവന്നത്. പക്ഷേ ഇതിനെന്താണ് ഇത്ര പ്രത്യേകത എന്ന മട്ടിലാണ് ടാൻ്റെ നിൽപ്പ്. ആ ജിങ്സങ് ശരീരക്ഷീണം അകറ്റാൻ പ്രത്യേക ഔഷധ ഗുണമുള്ളതിനാൽ അത് മുഴുവൻ കഴിക്കാമെങ്കിൽ നിന്നെ ഞാൻ കൊട്ടാരത്തിന് പുറത്തു പോകാൻ അനുവദിക്കാം എന്ന് ഷെങ് പറയുന്നു. പക്ഷേ ഇനി ഞാനിത് മുഴുവൻ കഴിക്കണോ? ഇപ്പോൾ എനിക്ക് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന മട്ടാണ് ടാനിന്. കുറച്ചു കഴിഞ്ഞ് ജിങ്ഷിൻ അവൾക്ക് കഴിക്കാൻ സ്നാക്സുമായി വന്നപ്പോൾ ടാനർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പ്രിൻസ് ഈഹുവായിക്ക് ആക്രമണവുമായി ബന്ധമൊന്നുമില്ല. ഏതോ റെബൽ ഗ്രൂപ്പ് ആയിരുന്നു ആക്രമണത്തിന് പിന്നിൽ എന്നറിഞ്ഞപ്പോൾ ടാനർക്ക് സമാധാനമാകുന്നുണ്ട്. ഷെങ്ങിന്റെ മറ്റു 2 കോൺക്യൂബുമാർ കുമാരിയെ കാണണമെന്ന് പറഞ്ഞ് പുറത്തുനിന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട് എന്ന് ജിങ്ഷിൻ പറയപ്പോൾ എനിക്കിപ്പോൾ ആരെയും കാണാനുള്ള മൂഡില്ല. അവരെ മടക്കി അയക്കാൻ ടാനർ പറഞ്ഞെങ്കിലും അവരുടെ കൈവശം പുരാതനമായ ഏതോ ഒരു പെയിന്റിംഗ് ഉണ്ട്, അത് കാണിക്കാനാണ് അവർ വന്നത് എന്ന് ജംഗ്ഷൻ പറയുന്നു. എങ്കിൽ അവരോട് അകത്തേക്ക് പറയാൻ ടാനർ നിർദ്ദേശിക്കുന്നു. ആ പെയിന്റിംഗ് ടാനറിന്റെ മുന്നിൽ നിവർത്തി വെച്ചിട്ട് ഇതിലെന്തോ ഒരു നിഗൂഢത ഒളിച്ചിരിപ്പുണ്ട്. പക്ഷെ അതെന്താണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതെനിക്ക് മനസ്സിലാക്കി തരുമോ എന്ന് ഈഹുവായുടെ സ്പൈ ആയ കോൺക്യൂബിൻ ടാനറിനോട് ചോദിക്കുന്നു. ഇതിൽ ഈ വർഷത്തെ ഡേറ്റ് ആണല്ലോ ഇട്ടിരിക്കുന്നത്, ഇത് പഴയ ചിത്രമാണ് എന്ന് പറഞ്ഞ് നിന്നെ ആരും പറ്റിച്ചതാണെന്ന് മറ്റേ കോൺക്യൂബിൻ അവളോട് പറയുന്നുണ്ട്. ടാനർ മാത്രം ഒരു അഭിപ്രായവും പറയാതെ ചിത്രം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ഈ പെയിന്റിംഗ് എനിക്ക് ഒന്നുകൂടി നോക്കാനായി ഇവിടെ വെച്ചോട്ടെ എന്ന് ടാനർ അവരോട് ചോദിക്കുന്നു. അതിനെന്താ, ഇതാ ഞാൻ കുമാരിക്ക് സമ്മാനമായി തരികയാണ് എന്ന് പറഞ്ഞിട്ട് അത് അവൾക്ക് നൽകിയിട്ടാണ് അവർ മടങ്ങിയത്. പക്ഷെ മറ്റേ കോൺക്യൂബിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. പുറത്തിറങ്ങിയപ്പോൾ നിനക്ക് കുമാരിയെ തീരെ ഇഷ്ടമുള്ള കൂട്ടത്തിലല്ലായിരുന്നല്ലോ, ഇപ്പോൾ പിന്നെന്താണ് പെട്ടെന്നൊരു സ്നേഹം എന്ന് അവൾ ചോദിച്ചെങ്കിലും അത് വെറും ഒരു പെയിന്റിംഗ് അല്ലേ, നിന്റെ അത്ര പിശുക്ക് എനിക്കില്ല എന്ന് പറഞ്ഞ് അവർ പോകുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ടാനർ വീണ്ടും ആ പെയിന്റിംഗ് നിവർത്തി നോക്കുന്നു. അവളുടെ മുഖഭാവം കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജംഗ്ഷൻ ചോദിച്ചപ്പോൾ ഈ ചിത്രം ഈഹുവായി കൊടുത്തു വിട്ടതാണ് എന്ന് അവൾ പറയുന്നു. അതെങ്ങനെ മനസ്സിലായി എന്ന് ജംഗ്ഷൻ ചോദിച്ചപ്പോൾ ടാനർ ആ ചിത്രത്തിന്റെ അർത്ഥം അവൾക്ക് വിവരിച്ചു കൊടുക്കുന്നു. അതിൽ 13 ദിവസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റ് എഴുതിയിരുന്നു. അതിന്റെ അർത്ഥം 13 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തെ കാണാൻ എന്നെ കൊണ്ടുപോകാൻ ഒരു പല്ലക്ക് വരുമെന്നാണ് എന്ന് ടാനർ പറയുന്നു. ഇത് ഈഹുവായി തന്നെ അയച്ചതാണെന്ന് എന്താണ് ഇത്ര ഉറപ്പ് എന്ന് ജംഗ്ഷൻ ചോദിച്ചപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന ഈ പെയിന്ററുടെ പേര് എനിക്കും അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. മുമ്പ് അച്ഛൻ്റെ കൊട്ടാരത്തിലായിരുന്നപ്പോൾ ഞാൻ ഈ പേരിലായിരുന്നു അദ്ദേഹത്തിന് കത്തുകൾ എഴുതിയിരുന്നത്, അതുകൊണ്ട് ഇത് അദ്ദേഹം തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് ടാനർ പറയുന്നു. കുമാരി അപ്പോൾ പോകാൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് ജംഗ്ഷൻ ചോദിച്ചപ്പോൾ എന്ത് സംഭവിച്ചാലും എനിക്ക് അദ്ദേഹത്തെ കണ്ടേ പറ്റൂ, എന്നെ സഹായിക്കാൻ നീ ടാനിനോട് പറയുമോ, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് കിടക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ അവളോട് പറയണം എന്ന് ടാനർ ജംഗ്ഷനെ പറഞ്ഞേൽപ്പിക്കുന്നു. പിന്നെ ടാൻ ഉണർന്നപ്പോൾ ജംഗ്ഷൻ അക്കാര്യം ടാനെ അറിയിക്കുന്നു. ഇത് ഈഹുവായി തന്നെയാണ് എന്ന് എന്താണ് ഇത്ര ഉറപ്പ്? ആരെങ്കിലും മനഃപൂർവ്വം ചതിക്കാൻ വേണ്ടി കെണിയൊരുക്കിയതായിരിക്കും എന്ന് ടാൻ സംശയം പറഞ്ഞപ്പോൾ ടാനർ പറഞ്ഞ തെളിവുകളൊക്കെ ജംഗ്ഷൻ അവളോട് പറയുന്നു. കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് ടാൻ സമ്മതിക്കുന്നു. കുറേ സമയത്തെ ആലോചനയ്ക്ക് ശേഷം അടുത്ത 3 ദിവസത്തേക്ക് എനിക്ക് ആഹാരമായി ഷുവാൻ കൊണ്ടുവന്ന ആ വലിയ ജിങ്സങ് കൊണ്ടുള്ള വിഭവങ്ങൾ മാത്രം മതി, അത് മുഴുവൻ കഴിച്ചു തീർത്താൽ എന്നെ പുറത്തു വിടാമെന്ന് ഷെങ് സമ്മതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കിത് കഴിച്ചു തീർക്കണം എന്ന് ടാൻ ജിങ്ഷിനെ അറിയിക്കുന്നു. ഷെങ്ങിന്റെ മുന്നിൽ നിന്ന് തന്നെ അവൾ അത് മുഴുവൻ കഴിച്ചു തീർക്കുന്നുണ്ട്. അവൾ പാത്രത്തോടെ സൂപ്പ് എടുത്ത് വായിലേക്ക് കമഴ്ത്തുന്നത് കണ്ട് നിനക്കിത് ഇത്ര ഇഷ്ടമാണോ എന്ന് ഷെങ് ചിരിയോടെ ചോദിക്കുന്നു. ഈ പാത്രം കൂടി കാര്യമായാൽ ഷുവാൻ കൊണ്ടുവന്ന ജിങ്സങ് ഞാൻ മുഴുവനായി കഴിച്ചു കഴിയും, പിന്നെ എന്നെ പുറത്തു വിടണം എന്ന് അവൾ പറയുന്നു. ശരി ശരി, ഞാൻ എന്റെ വാക്ക് പാലിക്കുമെന്ന് ഷെങ് ചിരിയോടെ പറഞ്ഞപ്പോൾ ടാൻ സന്തോഷത്തോടെ ചാടി എണീറ്റ് ബൈ ബൈ പറഞ്ഞിട്ട് പോകുന്നു. കുമാരി പറഞ്ഞിട്ട് പോയ ബൈ ബൈയുടെ അർത്ഥം എന്താണെന്ന് യുഹാവോ ചോദിച്ചപ്പോൾ യാത്ര പറഞ്ഞതായിരിക്കുമെന്ന് ഷെങ് പറയുന്നു. ആ സമയത്ത് ഒരു ജോലിക്കാരൻ വന്നിട്ട് നാളെ കൊട്ടാരത്തിലേക്ക് എന്തോ സംസാരിക്കാനായി ചെല്ലാൻ രാജാവ് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് ഷെങ്ങിനെ അറിയിക്കുന്നു. ആ കൂടിക്കാഴ്ച യുവരാജാവിനെ തീരുമാനിക്കാനാണ് എന്ന് ഷെങ്ങിന് അറിയാമായിരുന്നു. ടാനർ പ്രതീക്ഷിച്ച പോലെ തന്നെ അടുത്ത ദിവസം ഈഹുവായി അയച്ച പല്ലക്ക് അവളെ കൊണ്ടുപോകാനായി വരുന്നുണ്ട്. കുമാരൻ കൊട്ടാരത്തിൽ നിന്ന് മടങ്ങി വരുന്നതിന് മുമ്പ് തിരികെ വരണമെന്ന് പറഞ്ഞാണ് ജംഗ്ഷൻ അവളെ പറഞ്ഞയച്ചത്. ആരും അറിയാതെ രഹസ്യമായാണ് പോയതെങ്കിലും ഷെങ്ങിന്റെ ഒരു കോൺക്യൂബിൻ മറിഞ്ഞ് നിന്ന് അത് കാണുന്നുണ്ടായിരുന്നു. ടാനറിനെ യാത്രയാക്കിയ ശേഷം ഇന്നെങ്കിലും കുമാരിയുടെ ആഗ്രഹം പോലെ കുമാരനോട് സംസാരിക്കാൻ
കഴിയണേ എന്ന് ജംഗ്ഷൻ പ്രാർത്ഥിക്കുന്നുണ്ട്. രാജാവിന്റെ നിർദ്ദേശമനുസരിച്ച് 3 മക്കളും അദ്ദേഹത്തെ കാണാനായി എത്തിയെങ്കിലും അവരോട് അവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞതല്ലാതെ അദ്ദേഹം അവരെ കാണാനായി എത്തുന്നില്ല. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഒരു സേവകന്റെ കയ്യിൽ 3 പേർക്കും കുടിക്കാനായി അദ്ദേഹം ചായ കൊടുത്തയക്കുന്നു. ഷുവാനും യിഹുവായും പെട്ടെന്ന് തന്നെ ഗ്ലാസ് കാലിയാക്കിയെങ്കിലും ഷെങ്ങിന് ചായ തണുത്തിരിക്കുന്നതിനാൽ എന്തോ സംശയം തോന്നുന്നതിനാൽ അവൻ മടിച്ചാണ് അത് കുടിച്ചത്. ഈ ജോലിക്കാർക്ക് തീരെ ഉത്തരവാദിത്തമില്ലേ, തണുത്ത ചായയാണല്ലോ ഇവർ കൊണ്ടുവന്നത് എന്ന് ഷുവാൻ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പല്ലക്ക് പോകുന്ന വഴി യിഹുവായുടെ കൊട്ടാരത്തിലേക്കോ തങ്ങൾ പതിവായി കാണാറുള്ള സ്ഥലത്തേക്കോ അല്ല പോകുന്നതെന്ന് മനസ്സിലാകുന്ന ടാനർ അവരോട് പല്ലക്ക് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അവരത് കേൾക്കാത്ത മട്ടിൽ യാത്ര തുടരുകയാണ്. എല്ലാവരും ചായ കുടിച്ച് ഗ്ലാസ് തിരികെ വെച്ചപ്പോഴേക്കും രാജാവ് ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന സേവകന്റെ കയ്യിൽ മറ്റ് 4 ഗ്ലാസുകളിലായി ചായയും ഉണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ കുടിച്ചതും ഇതും ഒരു പേർ പോലെയാണ്. അത് കുടിച്ച ശേഷം ഇത് കുടിച്ചില്ലെങ്കിൽ മരണം സംഭവിക്കും. ആദ്യം ചെറിയ കയ്പ് തോന്നുമെങ്കിലും പിന്നീട് ഇതിന് പറഞ്ഞറിയിക്കാൻ അതൊരു രുചിയാണുള്ളത്. അത് നിങ്ങളെയും കൂടി അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളെ കൊണ്ട് കുടിപ്പിച്ചത്. വേഗം ഇതും കൂടി കുടിക്കാൻ രാജാവ് നിർദ്ദേശിക്കുന്നു. പക്ഷെ എല്ലാവരും മടിച്ചു നിന്നല്ലാതെ ആരും ഗ്ലാസ് എടുക്കുന്നില്ല. എന്റെ ഒരു തമാശ, എന്റെ മക്കളുടെ മരണത്തിന് കാരണമാകുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് വേഗം ഇതുകൂടി കുടിക്കാൻ രാജാവ് വീണ്ടും നിർബന്ധിച്ചപ്പോൾ എല്ലാവരും ഗ്ലാസ് എടുക്കുന്നു. ഷിവാനും യിഹുവായും മുമ്പത്തെ പോലെ തന്നെ ഇത്തവണയും ആദ്യം തന്നെ ഇത് കുടിച്ചു തീർക്കുന്നു. പക്ഷെ ഷെങ് മാത്രം ഗ്ലാസും കയ്യിൽ പിടിച്ച് സംശയിച്ച് നിൽക്കുകയാണ്. ആദ്യത്തെ ചായ അവൻ കുടിച്ചെങ്കിലും അതിൽ സംശയം തോന്നിയതിനാൽ അത് ഉള്ളിലേക്ക് കടന്ന് ദോഷം ചെയ്യാതിരിക്കാൻ അവൻ ആന്തരിക ശക്തി ഉപയോഗിച്ചിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇത് മാത്രമായി ഉള്ളിൽ ചെന്നാൽ പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെയാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കുമാരൻ എന്താണ് അച്ഛന്റെ വാക്കുകൾ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ കുടിക്കാൻ നിൽക്കുന്നതെന്ന് യിഹുവായി പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട്. അധികമുണ്ടായിരുന്ന ഗ്ലാസ്സിലെ ചായ രാജാവ് എടുത്ത് കുടിക്കുന്നത് കണ്ട് ഷെങ് ഒരു പുഞ്ചിരിയോടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലെ ചായ താഴത്തേക്ക് ഒഴിച്ചു കളയുന്നു. എല്ലാവരും ആകാംക്ഷയോടെ അവനെ നോക്കുന്നുണ്ട്. രാജാവ് അവനോട് കാരണം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുന്നു. ഈ ചായ കുടിച്ചില്ലെങ്കിൽ ചേട്ടൻ മരിക്കില്ല, എത്രയും പെട്ടെന്ന് കൊട്ടാരം വൈദ്യനെ വിളിപ്പിക്കണമെന്ന് പറഞ്ഞ് ഷുവാൻ ബഹളം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല, അതിൽ വിഷമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനൊരു തമാശ പറഞ്ഞതാണെന്ന് രാജാവ് അറിയിക്കുന്നു. ഷെങ്ങിന്റെ ധൈര്യത്തെയും ഉറച്ച തീരുമാനത്തെയും അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട്. അവരോട് 3 പേരോടും പുറത്ത് കാത്തു നിൽക്ക്, അല്പസമയത്തിനുള്ളിൽ ഞാൻ വീണ്ടും വിളിപ്പിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. പുറത്തിറങ്ങിയപ്പോൾ ചായയിൽ വിഷമില്ല എന്ന് നിനക്കെങ്ങനെ മനസ്സിലായെന്ന് യിഹുവായി ഷെങ്ങിനോട് ചോദിക്കുന്നു. നമ്മൾ കുടിച്ച അതേ പാത്രത്തിൽ നിന്ന് തന്നെ അച്ഛനും ചായ കുടിക്കാൻ തുടങ്ങിയിരുന്നു. വളരെ ശ്രദ്ധാലുവായി അദ്ദേഹം വിഷമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് ഷെങ് പറയുന്നു. അവന്റെ സൂക്ഷ്മ നിരീക്ഷണത്തെ യിഹുവായും പുകഴ്ത്തുന്നുണ്ട്. അതിനുശേഷം യിഹുവായി മനഃപൂർവ്വം ഷെങ്ങിന്റെ മനസ്സിലാക്കാൻ വേണ്ടി താങ്കൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, അവൾക്ക് കുഴപ്പമൊന്നും വരാതെ നീ സൂക്ഷിച്ചോണം എന്നൊക്കെ പറയുന്നു. യിഹുവായുടെ പതിവില്ലാത്ത ആ ചോദ്യം അതിന്റെ രീതിയും ഷെങ്ങിന്റെ മനസ്സിൽ എന്തോ സംശയം ഉണ്ടാക്കിയതിനാൽ അവൻ ഉടൻ തന്നെ യുഹാവയെ വിളിച്ച് തിരികെ കൊട്ടാരത്തിൽ പോയി ടാനർ എന്ത് ചെയ്യുകയാണെന്ന് അന്വേഷിച്ചു വരാൻ പറയുന്നു. അതേസമയം ടാനറിനെയും കൊണ്ടുപോയ പല്ലക്ക് എത്തേണ്ടടുത്ത് എത്തിയിരുന്നു. പല്ലക്കിൽ നിന്നിറങ്ങിയ ടാനർ മുന്നിൽ തന്റെ അച്ഛന്റെ കൊട്ടാരം കണ്ട് പെട്ടെന്ന് തന്നെ തിരികെ കയറാൻ ശ്രമിച്ചെങ്കിലും അവളെ കാത്തു നിന്നത് പോലെ അവിടെ നിൽപ്പുണ്ടായിരുന്നു മന്ത്രി കൊച്ചമ്മ. ടാനർ ഇവിടെ വരെ വന്നിട്ട് അകത്തേക്ക് കയറാൻ മടങ്ങിപ്പോവുകയാണെന്ന് ചോദിക്കുന്നതിനാൽ അവൾ അകത്തേക്ക് കയറി ചെല്ലുന്നു. അകത്ത് അവളുടെ അച്ഛനും തൊട്ടടുത്ത് തന്നെ യിഹുവായുടെ ഭാര്യയും നിൽക്കുന്നുണ്ടായിരുന്നു. ടാനർ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് മന്ത്രി അവളോട് മുട്ടുകുത്തിരിക്കാൻ പറഞ്ഞിട്ട് അവൾ ഷെങ്ങിനൊപ്പം ചേർന്ന് യിഹുവായ്ക്കെതിരായി പ്രവർത്തിച്ച് എന്ത് ഉദ്ദേശത്തിലാണെന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുന്നു. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനെതിരായി ഒന്നും ചെയ്തിട്ടില്ല എന്നവൾ പറഞ്ഞപ്പോൾ പാനർ അവളെ അടിക്കുന്നു. ഒരു വശത്ത് ഷെങ്ങിനെ പ്രണയം നടിച്ച് വശീകരിക്കുന്ന കൂട്ടത്തിൽ നീ മറുവശത്തു കൂടി എന്റെ ഭർത്താവിനെയും വശീകരിക്കാൻ ശ്രമിക്കുകയാണോ? നിനക്ക് 2 പേരെയും വേണോ? നിനക്ക് നാണമില്ല എന്നൊക്കെ പാനർ അവളോട് ചോദിക്കുന്നു. അവളത് നിഷേധിച്ചെങ്കിലും നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞ് മന്ത്രി കൊച്ചമ്മ കാവൽക്കാരെ വിളിച്ച് അവളെ വലിച്ചഴിച്ച് മുറ്റത്തേക്ക് കൊണ്ടുപോയി മുട്ടുകുത്തിയിരുത്താൻ ആജ്ഞാപിക്കുന്നു. ടാനർ തെറ്റ് സമ്മതിക്കുന്നവരെ അവളെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ അനുവദിക്കരുത് എന്നും അവർ പറയുന്നു. അവർ അതുപോലെ ചെയ്യുന്നു. ഷെങ് പറഞ്ഞതനുസരിച്ച് യുഹാവോ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി ജംഗ്ഷനോട് കുമാരി എവിടെയെന്ന് അന്വേഷിക്കുന്നു. പുറത്തു പോയിരിക്കുകയാണ് എന്നവൾ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അക്കാര്യം നേരത്തെ അറിയിക്കാതിരുന്നത് എന്താണ്? കുമാരി എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അവന്റെ വെപ്രാളത്തോടെയുള്ള ചോദ്യം കേട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജംഗ്ഷൻ അന്വേഷിച്ചപ്പോൾ പ്രിൻസ് യിഹുവായി നമ്മുടെ കുമാരിയുടെ പേര് പറഞ്ഞ് വെറുതെ ചൊടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് കുമാരിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാകുമോ എന്ന് കുമാരന് പേടി തോന്നിയതിനാലാണ് എന്നെ അന്വേഷിക്കാൻ വിട്ടത്. കുമാരി എവിടെയാണെന്ന് വേഗം പറയാൻ അവൻ വീണ്ടും പറയുന്നു. യിഹുവായി കൊട്ടാരത്തിലുണ്ട് എന്നറിയപ്പോൾ ടാനർ എന്തെങ്കിലും ചതിയിൽപ്പെട്ടവാനാണ് സാധ്യത എന്ന് ജംഗ്ഷൻ മനസ്സിലാവുന്നതിനാൽ കുമാരി എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് എനിക്കും അറിയില്ല, പക്ഷെ കുമാരിക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കുമാരനെ വേഗം അറിയിക്കാൻ അവൾ പറയുന്നു. യുഹാവ ഉടൻ തന്നെ ഷെങ്ങിനരികിലേക്ക് ഓടുന്നു. രാജാവിന്റെ നിർദ്ദേശപ്രകാരം അവിടെ കാത്തിരിക്കുകയായിരുന്നു അവർ 3 പേരും. യുഹാവ വന്ന് വിവരം പറഞ്ഞത് ഷെങ് യിഹുവായി ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് ടാനറിനെ അന്വേഷിച്ച് പോകാൻ തുടങ്ങുന്നു. അതേസമയത്ത് തന്നെ അകത്തു നിന്നൊരു സേവകൻ വന്ന് രാജാവ് ഷെങ് കുമാരനെ അകത്തേക്ക് വിളിക്കുന്നു എന്ന് അറിയിക്കുന്നു. എങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ച് ഷെങ് ഒരു നിമിഷം തിരിഞ്ഞെങ്കിലും അവൻ ടാനറിനെ അന്വേഷിച്ച് തന്നെയാണ് പോയത്. യിഹുവായുടെ പദ്ധതി വിജയിച്ചു എന്ന് തന്നെ പറയാം. അതേസമയം കോരിച്ചൊരിയുന്ന മഴയത്ത് മുറ്റത്ത് മുട്ടുകുത്തിയിരിക്കുകയാണ് ടാനർ. ഇനിയെങ്കിലും നിന്റെ തെറ്റ് സമ്മതിക്കാൻ നീ തയ്യാറാണോ എന്ന് മന്ത്രി കൊച്ചമ്മ ചോദിച്ചപ്പോൾ ഞാൻ യിഹുവായ്ക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല, അപ്പോൾ പിന്നെ എന്തിനാണ് കുറ്റം സമ്മതിക്കുന്നതെന്ന് ടാനർ ചോദിക്കുന്നു. നീ ഇപ്പോഴും യിഹുവായെ വിശ്വസിക്കുകയാണോ? നീ ഇന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്ലാനിംഗ് ആണ് എന്ന് പാനർ വിളിച്ചു പറയുന്നത് കേട്ട് അവൾ തളർന്ന് നിലത്തേക്ക് ഇരുന്നു പോകുന്നു. അപ്പോഴാണ് പെയിന്റിങ്ങിനെ പറ്റിയും അത് കണ്ടുകൊണ്ടാണല്ലോ താൻ ഇവിടെ എത്തിപ്പെട്ടതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അവൾ ചിന്തിക്കുന്നത്. യിഹുവായി തന്നെ ചതിച്ചതാണ്, യുവരാജാവാകാൻ വേണ്ടി തന്നെ ഉപയോഗിച്ചതാണ് എന്നൊക്കെ അവൾക്ക് മനസ്സിലാക്കുന്നു. ആ തിരിച്ചറിവൊക്കെ അവളെ വല്ലാതെ തളർത്തുന്നുണ്ട്. ഇനി ഞാനും യിഹുവായും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഭാവിയിൽ ഞങ്ങൾ തമ്മിൽ കണ്ടാലും അപരിചിതരെ പോലെ കടന്നു പോവുകയുള്ളൂ എന്ന് അവൾ കരച്ചിലിനിടയിലൂടെ പറയുന്നു. എനിക്ക് ഈ വേദന സഹിക്കാൻ കഴിയുന്നില്ല, ടാൻ പുറത്തു വന്നിരുന്നെങ്കിൽ എന്നും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ ആഗ്രഹം സഫലമായതുപോലെ പെട്ടെന്ന് ടാൻ പുറത്തു വരുന്നുണ്ട്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? ടാനർ യിഹുവായെ കാണാനല്ലേ പോകേണ്ടിരുന്നത്? എന്റെ ഹൃദയത്തിന് ഇത്ര വേദന തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അറിയാതെ തന്നെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടല്ലോ, ശരീരം തളർന്നു പോലെയും തോന്നുന്നു.
ടാനറിന് എന്താണ് സംഭവിച്ചത്? യിഹുവായി അവളെ ചതിച്ച് ഇവിടെ എത്തിച്ചതായിരിക്കുമോ? ടാനർ അവനെ ഇത്രയധികം സ്നേഹിച്ചിട്ടും അതിനെങ്ങനെ മനസ്സ് തന്നു? ഞാൻ നീ എന്ത് ചെയ്യണം? ഷെങ് നീ എവിടെയാണ് എന്നൊക്കെ ടാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചിന്തിക്കുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ഷെങ് അവളെ അന്വേഷിച്ച് അവിടെ എത്തുന്നുണ്ട്. അപ്പോഴേക്കും മഴ നിന്നിരുന്നു. നനഞ്ഞു കുതിർന്ന് നിലത്തിരിക്കുന്ന ടാനറിനെ കണ്ട് ഷെങ് വെപ്രാളത്തോടുകൂടി അവൾക്കരികിലെത്തി തന്റെ കോട്ടൂരി അവളെ പുതപ്പിച്ചിട്ട്, നീ എന്റെ ഭാര്യയാണെന്നുള്ള ബോധം നിനക്കില്ലേ? പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് കൊടുത്തത് എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കുന്നു. അപ്പോഴേക്കും മന്ത്രി കൊച്ചമ്മ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായി അവിടേക്ക് വന്നെങ്കിലും നിങ്ങളുടെ ആ വൃത്തികെട്ട കൈകൊണ്ട് അവളെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ് ഷെങ് അവരെ ഓടിച്ചിട്ട് അവളെ എഴുന്നേൽപ്പിക്കുന്നു. ഇനി എന്റെ ഭാര്യയെ ഉപദ്രവിച്ചാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് ഷെങ് അവർക്ക് വാണിംഗ് നൽകുന്നു. അപ്പോഴേക്കും പുറത്തിറങ്ങി വന്ന മന്ത്രി ആതിഥ്യ മര്യാദ കാണിക്കുന്ന പോലെ ഷെങ്ങിനെ അകത്തേക്ക് ക്ഷണിച്ചെങ്കിലും ഇന്ന് ടാനർക്ക് അനുഭവിക്കേണ്ടി വന്നതിന് നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഷെങ് അവളെ ഇങ്ങോട്ട് പോകുന്നു. നമ്മുടെ ഇന്നത്തെ പരിശ്രമം എന്തായാലും വെറുതെ ആവില്ല. യിഹുവായി തന്നെ ആയിരിക്കും യുവരാജാവ് എന്ന് മന്ത്രി ഷെങ് പോയിടത്തേക്ക് നോക്കുന്ന പുച്ഛത്തോടെ പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.